പാഠം 1068 സ്വപ്നങ്ങളിലൂടെ ഒരു യാത്ര. ചായ ചായ. അയ്യോ, നോക്കിട്ട് എന്തൊക്കെയുണ്ട് പത്രത്തിലെ വിശേഷം? പത്രത്തിൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ പത്രം വായിക്കണം. അങ്ങനെയല്ലേ ഭാമി വേണ്ടത്? എന്തായാലും വായിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ വലിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം. ഒരിക്കലുമില്ല. എന്ത്? എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചിട്ടകളും രീതികളുമുണ്ട്. ഞാൻ ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ ഞാൻ തയ്യാറല്ല. അത് വളരെ കറക്റ്റാ മോനട്ടാ. മോഹനേട്ടന്റെ ഈ ചിട്ടകൾ കണ്ടു കണ്ട് എനിക്ക് പ്രാന്തായിന്നാ തോന്നുന്നേ. ഇന്ന് വെളുപ്പങ്കാലത്ത് എത്ര സ്വപ്നം ഞാൻ കണ്ടെന്നറിയാമോ? എല്ലാം മോഹനേട്ടന്റെ ചിട്ടകളെ പറ്റിയായിരുന്നു. ഓരോരുത്തരോടുള്ള മോഹനേട്ടന്റെ പെരുമാറ്റം കണ്ടു കണ്ട് ഞാനിപ്പോ അതൊക്കെ തന്നെ സ്വപ്നവും കണ്ടു തുടങ്ങി. മോനട്ടാ, ഈ ആളുകളെ സ്വപ്നം കാണുന്ന രണ്ടു തരത്തിലുള്ള കാര്യങ്ങളാണെന്നാ പറയുന്നേ. ഒന്നാമത്തേത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങള്, ഇനി രണ്ടാമത്തേത് നമുക്ക് പേടിയുള്ള കാര്യങ്ങള്. മോഹനേട്ടൻ അന്തം വിട്ട ചിട്ട ശരിക്കും ഒരു ഭീകരകാരിയാണല്ലോ. അതുകൊണ്ടായിരിക്കും ഞാൻ അത് സ്വപ്നം കണ്ടത്. നീ എന്ത് സ്വപ്ന കണ്ടത്? കൊറേ സ്വപ്നങ്ങൾ കണ്ടു. സാധാരണ ഞാൻ അങ്ങനെ കാണാത്ത ഇതെന്തോ പറ്റിയോ എന്തോ. ഏതെങ്കിലും ഒരു സ്വപ്നം പറയേ, ഞാൻ അതിനർത്ഥം വ്യാഖ്യാനിച്ചു തരാം. അയ്യോ ശരി, പറയാം. മോഹനേട്ടൻ ഇങ്ങനെ നടന്നു പോകുന്നു. ഓഫീസിലേക്കുള്ള പോക്കാം. വഴിയിൽ വെച്ച് നമ്മുടെ കേശവൻകുട്ടിയെ കാണുന്നു. പണ്ട് റബ്ബർ കട നടത്തിയിരുന്ന കേശവൻകുട്ടി ഇല്ലേ, ആ കേശവൻകുട്ടി തന്നെ. ഇപ്പൊ 24 മണിക്കൂർ വെള്ളം ഒടിച്ച് നടക്കല്ലേ കക്ഷി. കേശവൻകുട്ടിയെ കണ്ടതും മോഹനേട്ടന്റെ പതിവ് സ്വഭാവം പുറത്തിറക്കി. ഉപദേശം: കേശവൻകുട്ടി, ഇങ്ങനെ കുടിക്കരുത്, ഇങ്ങനെ കുടിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചിട്ടുള്ള ഉപദേശം. എന്റെ ഈശ്വരാ, കേശവൻകുട്ടി തിരിച്ച് മോഹനേട്ടനെ ചീത്ത വിളിച്ച് കണ്ണു പൊട്ടിച്ചു കളഞ്ഞു. അല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഉപദേശമൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. എന്തായാലും നല്ല അടിപൊളി സ്വപ്നം തന്നെ. കേശവൻകുട്ടി, ഞാൻ കള്ളു കുടിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതിന് സാറിനത്തെ കാര്യം? അങ്ങനെ പറയല്ലേ കേശവൻകുട്ടി. കേശവൻകുട്ടിയുടെ നന്മയെ കരുതിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നോക്കൂ, ഓരോ ദിവസവും കുടിക്കാനായി കേശവൻകുട്ടി ചെലവാക്കുന്ന കാശ് സ്വരുക്കൂട്ടി വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോ കേശവൻകുട്ടി ലക്ഷപ്രഭുവായനെ. ശരി, സമ്മതിച്ചു. സാർ അങ്ങനെ കാശ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്താ വിശേഷം? ചത്തുമ്പോ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കേശവൻകുട്ടിയെ പറ്റി നാട്ടുകാർ എന്തുമാത്രം മോശമായിട്ടാണ് സംസാരിക്കുന്നത് അറിയാമോ? അപ്പൊ സാറിനെ പറ്റിയോ? സാറ് ഭൂലോക പിശുക്കിനാണെന്ന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? എന്തിനാ സാറ ഇങ്ങനെ ജീവിക്കുന്നേ? പോയി ചത്തൂടെ? കേശവൻകുട്ടി, കേശവൻകുട്ടി, മേലെ കേശവൻകുട്ടി ഉപദേശിക്കാമല്ലോ, അടിച്ച് ഷേവ് ചെയ്ത് കളയും. കുട്ടി എന്നെ ചീത്ത പറയുമ്പോ ആ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇവിടെ എങ്ങനെ അറിഞ്ഞു? സ്വപ്നം. നീ ഇന്നലെ കേശവൻകുട്ടി കണ്ടായിരുന്നല്ലേ? സ്വപ്നത്തില്? ഇന്നലെ അല്ലേ, ഇന്ന് രാവിലെ. അതല്ല ചോദിച്ചത്. നീ ഇന്നലെ എപ്പോഴെങ്കിലും കേശവൻകുട്ടിയെ നേരിൽ കണ്ടോ എന്ന്. ഞാനോട് വെച്ച് കാണാനാണ്. എന്തെങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മളൊരാളെ സ്വപ്നം കാണണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. ചിലപ്പോ അയാൾ നേരിട്ട് കണ്ടതിന്റെ ഓർമ്മയിലാവും, ചിലപ്പോ വേറെന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാവും. ഇല്ലെന്ന് സത്യം പറഞ്ഞ ഞാൻ കേശവൻകുട്ടിയെ കണ്ടിട്ട് 1 മാസമെങ്കിലും ആയിട്ടുണ്ട്.
അപ്പൊ ഇവള് ശരിക്കും സ്വപ്നം കണ്ടു തന്നെയാണോ? എന്താ നീ വേറെന്തൊക്കെയാ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയാ? ഓ, കുറെ എണ്ണം കണ്ടു മോനട്ടാ, എല്ലാം ഒന്നും ഓർത്തിരിക്കുന്നില്ല. വില്ലേജ് ഓഫീസ് വെച്ച് മോഹനേട്ടനും കാഞ്ചനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്നെ കാരണമൊന്നും എനിക്കറിയില്ല. മോഹനേട്ടനും കാഞ്ചനും തമ്മിൽ ഭയങ്കര വഴക്ക്. എന്തൊക്കെ രണ്ടുപേരും തമ്മിൽ പറയുന്നൊക്കെ ഉണ്ട്. സ്വയംപ്രഭ ശിശുപാലൻ പ്രശ്നം തീർക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. മോഹനേട്ടൻ ആ വഴക്കിനിടയിൽ എന്നെ പറ്റി പറഞ്ഞതല്ല നല്ലതായിരുന്നു. ഞാൻ നല്ല ഭാര്യയാണ്, എന്നെ കണ്ട് മറ്റുള്ള സ്ത്രീകളൊക്കെ പഠിക്കണം എന്നെല്ലാം മോഹനേട്ടൻ പറഞ്ഞു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ സ്വപ്നത്തിലുള്ള എന്റെ വിശ്വാസം പോയി. എന്തൊക്കെ സംഭവിച്ചാലും മോഹനേട്ടൻ എന്നെ പറ്റി നല്ലതൊന്നും പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. സാർ, ഞാനൊരു 10 മിനിറ്റ് വൈകി എന്നുള്ളത് ശരിയാ, പക്ഷെ അതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സർക്കാർ പറയുന്ന സമയത്ത് വന്ന് സർക്കാർ പറയുന്ന ജോലികളൊക്കെ ചെയ്യാനാണ് സർക്കാർ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നതെന്ന്. സാർ, നിങ്ങൾ ആണുങ്ങൾക്ക് ഇങ്ങനെ ചിട്ടയും ന്യായവും പറയാം, പക്ഷെ പെണ്ണുങ്ങളുടെ അവസ്ഥ പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയൂ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വീട്ടുജോലി മുഴുവൻ ചെയ്തു തീർത്തിട്ടാ ഞാൻ 10 മണിക്ക് ഓഫീസിലേക്ക് വരുന്നത്. അതുകൊണ്ട് വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ പറയരുത് സാർ. കാഞ്ചന സാർ പറഞ്ഞതാ വാസ്തവം. വീട്ടുജോലി മുഴുവൻ ചെയ്തിട്ട് വേണ്ടേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ? ചോദിച്ചോ? ഇന്ന് കാഞ്ചന 10 മിനിറ്റ് വൈകി. ഞാനത് സമ്മതിച്ചു കൊടുത്താൽ നാളെ അരമണിക്കൂർ വൈകി, പിന്നെ 1 മണിക്കൂറാണ്. സാർ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ദിവസത്തെ ലീവ് മാർക്ക് ചെയ്തോ, തീർന്നില്ലേ പ്രശ്നം? കാഞ്ചനെ, വീട്ടുജോലിയുടെ കാര്യം പറഞ്ഞ ആളാവാൻ നോക്കണ്ട. എന്റെ ഭാര്യ സത്യഭാമ വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ചെയ്ത ഒരാളാണ്. എന്റെ വീട്ടിലെ സകല ജോലികളും ചെയ്തത് ഭാമയാണ്. എന്നിട്ട് ഇതുവരെ ഭാമ ജോലിക്ക് പോകാൻ വൈകിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ പോലുള്ളവർ ഭാമയെ കണ്ടു പഠിക്കണം. ഇത്രയ്ക്ക് കൃത്യമായിട്ടൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? എന്നാ പിന്നെ അത് അറിയണല്ലോ. നീ വേറെ ഏതൊക്കെയോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലോ, അതേതായിരുന്നു? ശരി, ഇതിപ്പോ വലിയ തലവേദനയായല്ലോ. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇത്ര വലിയ അബദ്ധമായോ? അല്ല, നീ എന്തൊക്കെ തരം സ്വപ്നങ്ങളാണ് കാണുന്നത് ഞാനൊന്ന് അറിയണമല്ലോ. അത് കൊള്ളാലോ. ബാക്കി സകല കാര്യങ്ങളിലും മോഹനേട്ടന്റെ തീരുമാനമുണ്ട്. ഞാൻ എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ധരിക്കണം, ഏതൊക്കെ കേസുകൾ ഏക്കണം, എപ്പോ ഞാൻ കോടതിയിൽ പോകണം, എപ്പോ ഞാൻ തിരിച്ചു വരണം എന്നെല്ലാം തീരുമാനിക്കുന്നത് മോഹനേട്ടനാണ്. ഇനിയിപ്പം ഞാൻ എന്തൊക്കെ സ്വപ്നം കാണണമെന്നും മോഹനേട്ടൻ എങ്ങ് തീരുമാനിക്കുകയാണോ? തീരുമാനിക്കാനൊന്നുമല്ല, അറിയാൻ. അല്ല, ഒരാള് കാണുന്ന സ്വപ്നം വെച്ച് അയാളുടെ സ്വഭാവം പോലും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണല്ലേ സ്വപ്നത്തിന്റെ കാര്യം? ഞാൻ പറയുന്നില്ല. തീർന്നല്ലോ. എന്തായാലും പറയും, വെറുതെ കേൾക്കാമല്ലോ. അല്ലെങ്കിൽ ഈ സ്വപ്നമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ശരി, മോഹനയുടെ ഗോപാലചേട്ടന് പൈസ കടം കൊടുത്തിട്ടില്ലേ? അതെന്റെ സ്വപ്നമൊന്നുമല്ല. മോഹനയുടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മോഹനേട്ടൻ പറഞ്ഞില്ലേ ഗോപാലൻ ചേട്ടൻ ഇന്ന് പൈസ തിരിച്ചു തരുമെന്ന്. ഞാൻ പക്ഷെ സ്വപ്നം കണ്ടത് വേറൊരു കാര്യ. ഗോപാലൻ ചേട്ടനും ഉത്തമനും കൂടി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടലിൽ നിന്ന് സംസാരിക്കുന്നു. സംഭവം വേറൊന്നുമല്ല മോനേട്ടാ. ഗോപാലൻ ചേട്ടൻ ഉത്തമൻ എടുത്ത് പറയുന്നു, മോഹനേട്ടന് തരാനുള്ള പൈസ റെഡി ആയിട്ടില്ല, എന്ത് ചെയ്യും ഉത്തമ എന്ന്. അങ്ങനെയാണെങ്കിൽ ഗോപാലൻ വിവരം അറിയും. അയ്യോ എന്റെ പൊന്നു മോഹനേട്ട, ഞാൻ സ്വപ്നം കണ്ട കാര്യമാണ് പറഞ്ഞത്. ഈ സ്വപ്നത്തിന്റെ കാര്യം കേൾക്കുമ്പോഴെങ്കിലും ചൂടായാലോ. ഉത്തമനോട് ഗോപാലൻ ചേട്ടൻ പറഞ്ഞു എങ്ങനെയെങ്കിലും മോഹനേട്ടനെ സോപ്പിട്ട് കാര്യം പറയണമെന്ന്. ഉത്തമൻ പക്ഷെ സമ്മതിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ സമ്മതിക്കാൻ ഉത്തമന് ധൈര്യം ഉണ്ടാവില്ലല്ലോ. അയ്യോ എതിരെ ആയിസാ നോക്കി, ഉത്തമനെത്തി. അതെ, ഉത്തമനോട് ചുമ്മാ ഞാൻ സ്വപ്നം കണ്ട കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. അത് സ്വപ്നമാണ്, അത്രേ ഉള്ളൂ. അതിനാണ് ഒരു ദീർഘനിശ്വാസം. നമസ്കാരം സാർ.
നമസ്കാരം. എന്താ ഉത്തമ രാവിലെ? സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടപാടെ സാർ ദേഷ്യപ്പെടരുതെന്ന്. ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ദേഷ്യപ്പെടും. അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം സാർ ഗോപാലൻ ചേട്ടൻ ഒരു 5000 രൂപ കൊടുത്തില്ലായിരുന്നാ? അത് ഈ ആഴ്ച തരാന്നാണല്ലോ ഗോപാലൻ ചേട്ടൻ പറഞ്ഞത്. അല്ല, പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാല് സാറ് ദേഷ്യപ്പെടരുത് പറയുമ്പോ. ഗോപാലൻ ചേട്ടൻ വിചാരിച്ചിരുന്ന പൈസ കിട്ടിയില്ല. 2 ആഴ്ച കൂടെ താമസിക്കുമെന്ന് പറയാൻ പറഞ്ഞു. സാറേ, ഗോപാലൻ ചേട്ടൻ അങ്ങനെ പറ്റിക്കുന്ന ആളൊന്നും അല്ല. ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ ഗോപാലൻ ചേട്ടനെ പലരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ പോലും അത് തെറ്റിച്ചിട്ടും ഇല്ല. ഇതിപ്പോ വിചാരിക്കാത്ത എന്തോ തടസ്സം ഉണ്ടായിട്ടുണ്ട്, അതാണ്. ഉത്തമനോട് ഗോപാലൻ ചേട്ടൻ എപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്? കുറച്ചു മുമ്പേ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് ഞാൻ ഗോപാലൻ ചേട്ടനെ കണ്ടു. എന്നെ കണ്ടപാടെ ഗോപാലൻ ചേട്ടൻ പറയാണ്, ഉത്തമ ഒരു അബദ്ധം പറ്റി, പൈസ കിട്ടാൻ വൈകി. നേരിട്ട് മോഹനകൃഷ്ണ സാറിന്റെ അടുത്ത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഉത്തമ ഒന്ന് സഹായിച്ചാൽ വളരെ ഉപകാരം എന്ന്. സാറെ, മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. 2 ആഴ്ച കഴിയുമ്പോ ഗോപാലൻ ചേട്ടൻ പൈസ തരും. അപ്പൊ അതും ശരിയായി. ഇവളിങ്ങനെ ഇത് ഇത്ര കൃത്യമായ സ്വപ്നം കാണുന്നു. എന്താണ് സാറേ? എന്ത്? എളുപ്പകാലത്ത് സ്വപ്നം ഫലിക്കുന്നതാണല്ലോ എല്ലാരും പറയാറുള്ളത്. ഉത്തമന് അതിൽ വിശ്വാസമുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ ഇതൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല സാറേ. പിന്നെ സാറേ, ഞാൻ ഈ ഗോപാലൻ ചേട്ടൻ്റെ അടുത്ത് എന്തോന്ന് പറയും? പുള്ളിക്കാരൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതോടെ ഞാൻ ക്ഷമിച്ചു. അടുത്ത അവധി തെറ്റിയാൽ എന്റെ മറ്റൊരു മുഖം കാണുമെന്ന് ഗോപാലൻ ചേട്ടനോട് പറഞ്ഞേക്കും. ഇല്ല, ഇനി അവർക്ക് തെറ്റൂല സാറേ. ഇല്ല, അല്ല, അക്കാര്യം ഞാൻ എന്നാ ഇറങ്ങട്ടെ. ശരി. ഒരു പുതിയ കത്തി വാങ്ങണമെന്ന് പറഞ്ഞ പോലും കേൾക്കുകയല്ല. എന്താണ് ഉത്തമനെന്തിനാ വന്നേ? വെറുതെ ഉത്തമൻ ഇതുവഴി എവിടെ പോയായിരുന്നു. അപ്പൊ വെറുതെ എന്നെ കണ്ട് വെറുതെ വിശേഷിക്കാൻ വേണ്ടി കയറിയതാ. എന്നിട്ട് മോഹനേട്ടൻ ഉത്തമന്റെ ചീത്ത വിളിച്ചാ? എന്തിനാ? അല്ല, സാധാരണഗതിയിൽ അങ്ങനെ ആരെങ്കിലും വന്ന് വിശേഷം ചോദിക്കുന്നൊന്നും എന്റെ മോനോട് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. വന്നത് ഉത്തമനാണല്ലോ. ഇതിനു മുമ്പും പലപ്പോഴും ഉത്തമൻ വെറുതെ ഇതുപോലെ കയറി വന്നിട്ടുണ്ട്. ഉത്തമനായിട്ട് ഞാനങ്ങ് ക്ഷമിച്ചു. എന്താ നീ വേറെ വല്ല സ്വപ്നം ഉണ്ടായിരുന്നു? ഇതെന്തോ മോനേട്ടാ, സ്വപ്നത്തിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞു എന്ന് കരുതി പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ നടന്ന് എന്തെങ്കിലും ഉണ്ടാവൂ? അല്ല, വെറുതെ കേൾക്കാൻ രസമുണ്ട്, അതുകൊണ്ട് വെറുതെ ചോദിച്ചത്. മോഹനേട്ടനെ അറിയാലോ ഈ സ്വപ്നത്തിനൊരു കുഴപ്പം എന്താണെന്ന്. സ്വപ്നത്തിൽ നമ്മളത് ശരിക്കും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ കണ്ണു തുറക്കുമ്പോഴേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു. എന്നാലും ശരിക്കൊന്ന് ഓർത്തു നോക്കിയാൽ ആ സ്വപ്നം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഒന്ന് ഓർത്തു നോക്ക്. എന്തിനാണ് സ്വപ്നമൊക്കെ ഓർത്തോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതൊരു സ്വപ്നമല്ലേ? എന്നാലും നീ ഓർത്തു നോക്ക്. ആ, വേറൊരു സ്വപ്നം ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ആ പ്ലാത്തോട്ടത്തിലെ ചന്ദ്രന് മോഹനേട്ടൻ കുറച്ച് പൈസ കൊടുത്തിരുന്നുവെന്നും അത് തിരിച്ചു തരാനായിട്ട് ചന്ദ്രൻ ഇവിടെ വന്നു എന്നും ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അവിടെ മുറ്റമടിക്കാൻ ഇറങ്ങി വരുമ്പോ മോഹനേട്ടൻ ചന്ദ്രനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സാറ് സഹായിച്ചുകൊണ്ട് എന്റെ കാര്യം നടന്നു. ഇല്ലെങ്കിൽ ഞാൻ പ്രയാസപ്പെട്ടു പോയത്. ഞാൻ സാധാരണ ഒരാൾക്കും പൈസ കടം കൊടുക്കാറില്ല. പിന്നെ ചന്ദ്രന്റെ അവസ്ഥ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ സഹായിച്ചു എന്ന് മാത്രം. എനിക്കറിയാം സാർ പൈസയുടെ കാര്യത്തിലൊക്കെ വലിയ കൃത്യനിഷ്ഠക്കാരനാണെന്ന്. അതാ കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പൈസ കൊണ്ടുവന്നത്. നന്നായി. ശരി സാർ. മോഹനേട്ടാ,
ആണുങ്ങൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്നാണല്ലോ പറയുന്നത്. തീർച്ചയായും. മോഹനേട്ടനാണെങ്കിൽ വാക്ക് പാലിക്കാനായിട്ട് മരിക്കാൻ പോലും തയ്യാറാണ് താനും. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ മോഹനേട്ടനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് ഒരു 3000 രൂപ വേണമെന്ന്. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു മോഹനേട്ടൻ്റെ കയ്യിൽ ഇല്ല എന്ന്. എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് ബാഗും ഷർട്ടിന്റെ പോക്കറ്റും എല്ലാം മോഹനേട്ടനെ കാണിച്ചു തന്നു. പൈസ ഇല്ല എന്നുള്ള സത്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പൊ പൈസ ഉണ്ട്. 3000 രൂപ താ. എനിക്ക് പൈസ ആവശ്യമുണ്ട്. ഇന്നലെ മോഹനേട്ടൻ പറഞ്ഞ അങ്ങനെ അല്ലായിരുന്നു. മോഹനേട്ടന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തെളിയിച്ചാൽ എനിക്ക് 3000 രൂപ തരാന്നായിരുന്നു. പൈസ കൊടുക്കാൻ തെളിയിച്ചല്ലോ. 3000 രൂപ താ. നിനക്ക് തൂത്തിരിക്കാൻ തരാൻ എന്റെ പൈസ ഒന്നുമില്ല. ഒരൊറ്റ രൂപ ഞാൻ തരില്ല. പക്ഷേ സ്വപ്നത്തില് മോഹനേട്ടൻ പിശുക്ക് കാണിച്ചു. കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ മോഹനേട്ടൻ ചന്ദ്രൻ കൊണ്ടുവന്ന് പൈസ തന്നപ്പോ ഉടനെ മോഹനേട്ടൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ടെന്ന്. സാറിന് സ്വഭാവം അതാണല്ലോ. പ്രാന്തോട്ടത്തിലെ ചന്ദ്രന് ഞാൻ പൈസ കൊടുത്തിട്ടുമില്ല, ഇനിയോട്ട് കൊടുക്കാനും പോകുന്നില്ല. എന്റെ സ്വഭാവം ശരിക്കറിയാമായിരുന്നെങ്കിൽ നീ അങ്ങനെ ഒരു സ്വപ്നം കാണുകയില്ലായിരുന്നു. സ്വപ്നത്തിൽ അങ്ങനെ എപ്പോഴും യുക്തിയൊന്നും ഉണ്ടാവില്ല. ആ അതെ, ഇനിയോട്ട് കഴിഞ്ഞിട്ടായിരുന്നു. എന്താ? എനിക്ക് പൈസ തരാതെ അതുമായിട്ട് മോഹനേട്ടൻ ആഫീസിൽ പോയി. പോകുന്ന വഴി മോഹനേട്ടൻ ഒരു ബൈക്ക് തട്ടി വീണ് കൈയൊടിഞ്ഞു. ആശുപത്രി ചെന്നപ്പോ 2 മാസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ചന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശ് ആശുപത്രി ചെലവാകുകയും ചെയ്തു. 2 മാസം വീട്ടിലിരിക്കേണ്ടി വന്നു. എങ്ങനെയുണ്ട്? ആരും വന്നിരിക്കുന്നു. ഈശ്വര, ചന്ദ്രൻ! അയ്യോ എന്റെ കൈ! ഇവനെന്തിനാ ഇവിടെ വന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എന്താ എന്തിനാ? സാറിന് തരാൻ തോമസ് കുട്ടി കുറച്ച് പൈസ തന്നിരുന്നു. 5000 രൂപ. സാറേ, സാറ് സഹായിച്ചുകൊണ്ട് തോമസ് കുട്ടിയുടെ കാര്യം നടന്നു. വലിയ ഉപകാരമായെന്ന് പറയാൻ പറഞ്ഞു. പൈസയുടെ കാര്യത്തിൽ സാറ് വളരെ കൃത്യനിഷ്ഠക്കാരനായതുകൊണ്ടാ ഇന്ന് എന്നെ പൈസ തന്നു വിട്ടതെന്നും പറഞ്ഞു. ശരിയല്ലേ സാറേ? എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. അയ്യോ, ഇത് എന്റെ തന്നിട്ട് പോയ എന്റെ കൈ ഒടിയൂലേ? പോകുന്ന വഴി ബൈക്കിടിച്ച് എന്റെ 2 കൈയും ചിലപ്പോ കാലും ഒക്കെ. ഈശ്വര, ഇതിപ്പോ എന്ത് ചെയ്യുന്നു? കോടതി പോണ്ടേ? എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. പൈസ ഇല്ല എന്റെ കയ്യില്. ഇന്നലെ ചോദിച്ചപ്പോ മോഹനേട്ടൻ പറഞ്ഞല്ലോ പൈസ തരൂല, മോഹനേട്ടന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന്. മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും ഞാൻ ആ സ്വപ്നം പോലും അങ്ങനെ കണ്ടത്. ഇന്നലെ പൈസ ഇല്ല ഞാൻ പറഞ്ഞ നേരാ. പക്ഷെ ഇന്നിപ്പോ പൈസ ഉണ്ടല്ലോ. 3000 രൂപ ഉണ്ട്. ഇതെവിടുന്നാ? നിനക്ക് പൈസ കിട്ടിയ പോലെ എവിടെ കിട്ടിയ കാര്യം എന്തിനാ? എന്ത് പറ്റി? സാധാരണ ഞാൻ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് ഒഴിവാക്കുന്ന ആള് ഇപ്പൊ ഇങ്ങോട്ടുണ്ടെന്ന് പൈസ തരുന്ന. ന്യായമായ ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ പൈസയൊക്കെ തരും. പക്ഷെ മിക്കപ്പോഴും നീ വെറുതെ പൈസ ദൂർത്തടിക്കാണല്ലോ നോക്കുന്നത്. ഇവന് തോന്നുന്നു നിന്റെ ആവശ്യം ന്യായമാണെന്ന്, അവിടെ തരുന്നു. അല്ലാതെ പേടിച്ചിട്ടല്ല. പേടിച്ചിട്ടോ? എനിക്ക് പൈസ തരാതെ ആഫീസിൽ പോയാൽ ബൈക്ക് ഇടിച്ച് ആശുപത്രിയിലാവുന്ന് പേടിച്ചിട്ടല്ലേ? ഇനി അങ്ങനെ പേടിയൊന്നുമില്ല. പണ്ടേ മോഹനേട്ടന്റെ സ്വപ്നത്തെ പേടിയാ. ഇന്നാണെങ്കിൽ 1, 2 സ്വപ്നമല്ല 4 സ്വപ്നമാണ് ഫലിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ 5ാമത്തേതും ഫലിക്കുമെന്നുള്ള പേടി ഉണ്ടാവാതിരിക്കുമോ? കേശവൻകുട്ടി മോഹനേട്ടനെ ചീത്ത പറയുന്നത് തെങ്ങ് കയറാൻ പോകുന്ന കുമാരനേട്ടൻ കണ്ടു. നിങ്ങൾ താഴെ നിൽക്കുമ്പോൾ കുമാരനേട്ടൻ തെങ്ങിന്റെ മണ്ടയിലുണ്ടായിരുന്നു.
ആഫീസിലെ വഴക്കിനെ പറ്റി പറഞ്ഞ കാഞ്ചന തന്നെയാ. മോഹനേട്ടനെ പുകഴ്ത്തി പറഞ്ഞ കാര്യം കാഞ്ചന അപ്പൊ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. പിന്നെ ഗോപാലചേട്ടന്റെ കാര്യം. ഇന്നലെ കോടതിയിൽ നിന്ന് വരുമ്പോ ഉത്തമനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗോപാലചേട്ടന്റെ പൈസ ഇതുവരെയായിട്ട് റെഡി ആയിട്ടില്ല, എങ്ങനെങ്കിലും സാറിനോടൊന്ന് പറയണമെന്ന് ഉത്തമൻ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉത്തമൻ നേരിട്ട് വന്ന് സാറിന്റെ അടുത്തങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. ഉത്തമ വരുന്ന പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഞാൻ. പിന്നെ ചന്ദ്രന്റെ കാര്യം. രാവിലെ ചന്ദ്രൻ വിളിച്ച് മോഹനേട്ടനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അതുമായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കരുത് ചന്ദ്രൻ വാങ്ങിയ പൈസ ആയിരുന്നു എന്നാണ്. അല്ലല്ലേ? അല്ല, തോമസ് കുട്ടി വാങ്ങിയ പൈസ ചന്ദ്രന്റെ കൈ കൊടുത്തു വിട്ടതാ. എന്തായാലും ഞാൻ ന്യായമായ ഒരു കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ തരാതിരുന്ന പൈസ സ്വപ്നത്തിന്റെ പേരും പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ മോഹനേട്ടൻ തന്നു. ഇങ്ങനെയെല്ലാം പൈസ വാങ്ങാൻ എനിക്കറിയാം. ഞാനതൊന്നും ചെയ്യാത്താണ് ഇവിടുത്തെ പ്രശ്നം. പേടിപ്പിച്ച് വാങ്ങിയ പൈസ എനിക്ക് വേണ്ട. പേടിപ്പിച്ചോണ്ടൊന്നല്ല, നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് തെളിയിച്ചോണ്ടാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇത് ഭയങ്കര ബുദ്ധിയായി പോയി. അപ്പൊ ഇനി പൈസക്ക് ആവശ്യം വരുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാല്ലേ? സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന ന്യായം പുതിയതല്ല. പക്ഷേ ഇല്ലാത്ത സ്വപ്നങ്ങൾ പറഞ്ഞുണ്ടാക്കി കാര്യം നേടുന്നത് ആദ്യമായിട്ടായിരിക്കും. ആളുകളെ ഇങ്ങനെയും പറ്റിക്കാമെന്ന കാര്യം വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരും.